തലേദിവസം രാത്രി തന്നെ പിറ്റേ ദിവസത്തേക്ക് എന്ത് വേണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നത് സമയത്താണ് എനിക്ക് ഒരു ഐഡിയ വന്നത്. നമുക്ക് നമ്മുടെ പോർക്ക് തേങ്ങ ഫ്രൈ അല്ലെങ്കിൽ പോർക്ക് നാളികേരം ഫ്രൈ എന്നൊക്കെ തൃശ്ശൂരുകാർ പറയും. തൃശ്ശൂരിൽ പൊതുവെ എല്ലാവരും ഈ പോർക്ക് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കാറ്. പക്ഷെ ഞാൻ മൂവാറ്റുപുഴ പോയതിന് ശേഷം അവിടെ പോർക്ക് നമ്മൾ സാധാ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ നാട്ടിലെ മറ്റേ ഫ്രൈഡ് ചിക്കനാട്ടോ ഇഷ്ടം. അത് എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആകെയുള്ള പണി ഈ ഇളക്കി നിൽക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ആവശ്യമുള്ള സവാളയൊക്കെ എടുത്തു, അതിലോട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ നമ്മുടെ ഇളക്ക് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അങ്ങനെ ഇളക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമുക്ക് എന്ത് വേണം, ചുവന്നുള്ളി വേണം, വെളുത്തുള്ളി വേണം. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ അരിയുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും പണിയെടുക്കുമ്പോൾ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ചുവന്നുള്ളി കുഴപ്പമില്ല, വെളുത്തുള്ളിയുടെ തൊലി കളയാനും സവാള അരിയാനും. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് കുക്കിങ്ങിൽ ഇഷ്ടമില്ലാത്തത്. അല്ലാതെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് കേട്ടോ. ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും അത് കഴിക്കാനും അല്ലെങ്കിൽ കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ബോറടിച്ചിരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സാഡ് അടിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുക്കിംഗ്. പണ്ടാണെങ്കിൽ ഞാൻ വരയ്ക്കലായിരുന്നു, ഇപ്പോൾ കുക്കിംഗാണ്. അങ്ങനെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കഴുകിയിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ, ചതക്കി അരിയൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ മുഴുവനോടെ നമ്മൾ ഇതിലോട്ടിട്ട് നമ്മുടെ ഇളക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ കുറേ നമ്മളിങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി. അങ്ങനെ ഇളക്കി എനിക്ക് ഇതായിട്ടപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് ഫ്ലാറ്റിൽ. എറണാകുളത്തും കൂടെ ആയതുകൊണ്ട് കാറ്റും അധികമില്ല, ഇപ്പോൾ ചൂടുമാണ്. അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയി. പിന്നെ ഈ അടുക്കള നോക്കണ്ട കേട്ടോ, ഈ അടുക്കള എനിക്കിഷ്ടമല്ല. ഒരു പ്രകൃതി വെളിച്ചമില്ലാത്തൊരു അടുക്കളയാണത്. എന്തായാലും അടുത്ത് നമ്മൾ ഫ്ലാറ്റ് മാറുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആവശ്യമുള്ള മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി അല്ല മീറ്റ് മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്ന സാധനങ്ങളൊക്കെ ഇട്ട് വീണ്ടും കുറച്ച് നേരം ഇളക്കി, സിമ്മ് കുറച്ചിട്ട് ഇളക്കി. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ട തേങ്ങ ചിരവിയത് ഫ്രീസറിലുണ്ടായിരുന്നു, അതെടുത്ത് അതിൻ്റെ ഒരു ഹാഫോളം നമുക്ക് എത്ര വേണം, എനിക്ക് തേങ്ങ എത്ര കൂടിയാലും ഇതിലിഷ്ടമാണ് കേട്ടോ. അപ്പോൾ പോർക്കൊക്കെ കുറവാണെങ്കിൽ തേങ്ങ കൂടുതലിട്ടാലും നല്ലതാണ്. നമുക്ക് അതിങ്ങനെ മസാലയൊക്കെ കയറി നന്നായി കുക്കായി വരുമ്പോൾ നമുക്കതിങ്ങനെ ഒരു കൂട്ടായിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞ ആ സംഭവം വീണ്ടും നമ്മളിതിങ്ങനെ അടി പിടിക്കാതെ, ഇപ്പോൾ തേങ്ങ ഇട്ട് വറുക്കുന്നവർക്ക് അറിയാം, തേങ്ങ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെച്ച് പോവാൻ അൺഅറ്റൻഡഡ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അടി പിടിച്ച് കരിയുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേപ്പില ഇട്ടു. ഇതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പിലയാണ്. വേപ്പില എൻ്റെ ഒരു എന്താ പറയുക, ഒരു വീക്ക്നെസ്സാണ്. ഞാൻ വേപ്പില കുറേ ഇടും. അങ്ങനെ അതിട്ട് കുറച്ച് നേരം ഇളക്കി സോട്ട് ചെയ്തതിന് ശേഷം തേങ്ങ നന്നായി ആയെന്ന് തോന്നില്ല, കുറേ നേരം ഒന്ന് ഫ്രൈ ചെയ്ത് തേങ്ങ നന്നായി ഒന്ന് ഫ്രൈ ആവാൻ തോന്നുന്ന സമയത്ത് ഇതും വീട്ടിൽ നിന്ന് തന്നുവിട്ട പോർക്കാണ്. വേവിച്ച് മസാലയൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കി തന്നു വിട്ടതാണ്. അപ്പോൾ അത് വേവിച്ചത് കൊണ്ട് തന്നെ ഇത് കുക്കാവാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേമാതിരി പോർക്ക് വാങ്ങിച്ചിട്ട് കുക്കറിലിട്ടിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചിട്ട് ഇതിലിട്ടാൽ മതി. അല്ലെങ്കിൽ പോർക്ക് ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ കുറേ നേരം നമ്മളിട്ട് ഇളക്കി വട്ടാവും. അതിനും ഭേദം കുക്കറിലിട്ട് വേവിച്ചിട്ട് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചതിലോട്ടിട്ട് പിന്നെയും ആവശ്യമുള്ള ഉപ്പും കുരുമുളകും, തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ കുരുമുളക് ഇച്ചിരി അധികം ഇടും, ബിക്കോസ് ഇത് ഇച്ചിരി ബ്ലാക്ക് കളറിലിരിക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. അങ്ങനെ നമ്മുടെ പോർക്ക് തേങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ റോഷൻ ഇവിടെ അടുക്കളയിലില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയാനെങ്കിലും അടുക്കളയിൽ വന്ന് നിൽക്കുന്നതാണ്. പിന്നെ പാത്രം കഴുകൽ അരിയലൊക്കെ റോഷപ്പിൻ്റെ പണിയാണ്. പക്ഷെ ഇന്ന് നല്ല പണിയായതുകൊണ്ട് ഇല്ല. റോഷപ്പി ടേസ്റ്റ് ചെയ്യാം. ചൂട ഊതിയെടുക്കണേ. എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഷോർട്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം കരീസ്മ.